അച്ഛൻ അധ്യാപകനായതുകൊണ്ട് മാത്രം അച്ഛന് നല്ല മനസ്സ് തോന്നിയതുകൊണ്ട് എന്നെ ഫൈനാൻസ് കോളേജിലാക്കി. കുമ്പളങ്ങി നേഴ്സിലെ ഒരു ചലഞ്ചിങ് വർക്കായിരുന്നു. കാരണം വെച്ചാൽ അതിൽ നമുക്ക് ഈ പായൽ വളർത്തുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. ബ്രഹ്മയുഗത്തിലെ ഉളപ്പമണ്ണ മന എങ്ങനെ മാറ്റും ജോഷിയേട്ടാ എന്നൊരു ചോദ്യം രാഹുൽ എന്നോട് ചോദിച്ചു. ഞാനും രാഹുലിനോട് ചെയ്യും, എങ്ങനെ മാറ്റും രാഹുൽ? ഏറ്റവും കൂടുതൽ ദിവസം ഞാൻ വർക്ക് ചെയ്ത സിനിമ പൂമരം. പിന്നെയൊക്കെ ആലോചിക്കാൻ പറ്റാ, ഒരു കുട്ടികൾ സിനിമ തരിക, കഥ കേട്ടിട്ടേ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു അത് ഉഗ്രം പടമാണ്, ഞാൻ ചെയ്യും. പുള്ളിക്കാണ് ഫസ്റ്റ് ക്രെഡിറ്റ് ആയിട്ട്. പുള്ളി ആ ലോകം പുള്ളിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല, പൊന്മാൻ സിനിമ ഇല്ല. പിടിവാശികളുടെ പുറത്ത് തന്നെയാണ് പൊന്മാൻ ഉണ്ടായത്. അപ്പോൾ അജേഷൻ എന്ന് പറയുന്നത് ഞാനും കൂടാണ്. ചന്തംപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 3-3.5 മാസം എടുത്ത് ഇട്ട് അത് സിനിമയിൽ വരാതിരുന്നതിൽ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പം ബ്രഹ്മയുഗത്തിലെ കസേര ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് ഞാൻ ചിലപ്പോൾ അതിലൊക്കെ ഒന്നിരിക്കും, മമ്മൂട്ടിരിക്കുന്ന പോലെയൊക്കെ ഒന്നിരുന്ന് നോക്കും. അതുകൊണ്ടാണ് ഇനി അടുത്ത സിനിമയും PR ഇന്ദുവാനോട്ടുള്ള കൂട്ടുകെട്ടിൽ തന്നെയാണ്. സിനിമയിലേക്കുള്ള യാത്ര കല്ലും മണ്ണും നിറഞ്ഞാണല്ലോ, കല്ലും മുള്ളും നിറഞ്ഞാണല്ലോ. ഞാനും ഒരു നാട്ടുമ്പുറത്തുനിന്ന് ഫൈനാൻസ് കോളേജിൽ പഠിക്കാൻ പോയി. അവിടുന്ന് ഫൈനാൻസ് കോളേജ് പഠനം പൂർത്തിയാക്കിയതിന് ശേഷം നമ്മുടെ മനസ്സിൽ സിനിമ, പിന്നെ നമ്മൾ പഠിച്ചത് ശില്പകലയാണ്. അപ്പം അങ്ങനെ നമ്മൾ ആ യാത്രകൾ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരുന്നു. സിനിമ എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നമാണ്. അപ്പോൾ അതിലേക്ക് എത്തണം. അപ്പോൾ അതെത്തണം, എങ്ങനെ എത്തണം എന്നുള്ളതൊന്നും നമുക്കറിയില്ല. നമുക്ക് മറ്റേ ഇത് പറഞ്ഞു തരാനൊന്നും അങ്ങനെയുള്ള നമുക്ക് നമ്മുടെ മുതിർന്ന ആൾക്കാരൊന്നും സിനിമയായിട്ട് ബന്ധമില്ല, കലയായിട്ട് ബന്ധമില്ല. അങ്ങനത്തെ ഒരു ഫാമിലിയിലാണ് ഞാൻ ജനിച്ചത്. അച്ഛൻ അധ്യാപകനായതുകൊണ്ട് മാത്രം അച്ഛന് നല്ല മനസ്സ് തോന്നിയതുകൊണ്ട് എന്നെ ഫൈനാൻസ് കോളേജിലാക്കി. ആ ഫൈനാൻസ് കോളേജിലെ പഠനമാണ് മലയാള സിനിമയിലേക്ക്, അല്ല സിനിമ എന്ന ലോകത്തേക്ക് എത്താനുള്ള മെയിൻ കാരണം. ഒരുപാട് കഷ്ടപ്പെട്ടാണ് സിനിമയിൽ വന്നത്. അതായത് പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് പറയുമ്പോൾ ഒരു നമ്മളൊരു കഥയാണ്. ബ്രഹ്മയുഗം ഞാൻ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്ത പടമാണ് ബ്രഹ്മയുഗം. ആ പടമാണ് എനിക്ക് തോന്നുന്നു ഞാൻ പ്രൊഡക്ഷൻ ഡിസൈനറായിട്ട് മൊത്തം ഡിസൈൻ ചെയ്ത് വന്ന ഒരു സിനിമ. അതുപോലെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്ത പടമാണ് ബാലകൃഷ്ണ പൊതുവാൾ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്ത പടമാണ് എന്നാ താൻ കേസുകൾ. അതിൽ ഞാൻ ആർട്ട് ഡയറക്ടറായിരുന്നു. അപ്പോൾ ആ സിനിമയുടെ ഒരു രീതിയും അതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീലും അതിൻ്റെ ആ സിനിമയുടെ പശ്ചാത്തലവും ആ സിനിമ പറയുന്ന രീതിയും എങ്ങനെ ഇരിക്കണം എന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ജോലിയുടെ ഭാഗമാണ് പ്രൊഡക്ഷൻ ഡിസൈൻ. കലാസംവിധാനം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഡിസൈൻ ഇല്ലെങ്കിലും ഒരു വർക്ക് ചെയ്യുന്ന ഒരു ആ ഡിസൈനിൻ്റെ മേളിൽ നിന്ന് ഡിസൈൻ എടുത്തിട്ട് ജോലി ചെയ്യുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരെയാണ് കലാസംവിധായകരെന്ന് പൊതുവേ പറയുന്നത്. പക്ഷേ മലയാള സിനിമയിൽ അങ്ങനെ പ്രൊഡക്ഷൻ ഡിസൈനോ കലാസംവിധാനമോ ഒന്നുമില്ല. എല്ലാം ഒരു പണിയാണ്. കലാസംവിധാനം ഏൽപ്പിക്കുക, ഡിസൈനും കലാസംവിധാനം ചെയ്യണം. അപ്പം മലയാളത്തിൽ പ്രൊഡക്ഷൻ ഡിസൈനർ വരുന്നുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ പുതിയ കാഴ്ചയുടെ സംവിധാനം വന്നതിന് ശേഷമാണ് ഈ പ്രൊഡക്ഷൻ ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ കേരളം കേട്ടു തുടങ്ങിയത്. അപ്പം നല്ല നല്ല സംവിധായകർ വരുമ്പം നല്ല നല്ല പ്രൊഡക്ഷൻ ഡിസൈൻസ് ഉണ്ടാവും, നല്ല നല്ല സിനിമ ഉണ്ടാവും, നല്ല നല്ല ആർട്ട് ഉണ്ടാവും. ആൾക്കാർ ഇപ്പോൾ കലാസംവിധാനത്തെ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചോളം നമുക്ക് എല്ലാ സിനിമയും ഞാൻ സമീപിക്കുന്നത് ഒരുപോലെയാണ്. അല്ലാതെ ഇനി ചെറിയ സിനിമ വലിയ സിനിമ എന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ഇടുന്ന കഷ്ടപ്പാട് ഒരുപോലാണല്ലോ. എന്തായാലും നമ്മൾ ചിന്തിക്കണമല്ലോ. സിനിമയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ചിന്തിക്കണം. അങ്ങനെ പിന്നെ നമുക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള വർക്കുകൾ എന്ന് പറയുന്നത് കുമ്പളങ്ങി നേഴ്സിലെ ഒരു ചലഞ്ചിങ് വർക്കായിരുന്നു. കാരണം വെച്ചാൽ അതിൽ നമുക്ക് ഈ പായൽ വളർത്തുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. അതായത് ആ വീട് തേക്കാനൊന്നും പറ്റാതെ, വാതിലൊന്നും വെക്കാതെ പായൽ വളർത്തുക എന്നൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ സിനിമയിൽ ചെയ്യുന്ന ടെക്നിക്കലൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ പായൽ പിന്നെ ഉമിയൊക്കെ ഉപയോഗിച്ച് പച്ചക്കളർ ഉപയോഗിച്ച് പായൽ വളർത്തുക, അങ്ങനെയൊക്കെ ഒരു പ്ലാൻ ഇരുന്നപ്പം നമുക്ക് അവിടുന്ന് ആരോ ഗ്രൂപ്പിൽ ചർച്ചയിലിടയിൽ അങ്ങനെ സിനിമയിൽ കലാസംവിധായകന്മാർ ചെയ്യാൻ പോകുന്ന കുറച്ച് പൊടിയൊക്കെ വെച്ച് പച്ചക്കളറൊക്കെ വെച്ചിട്ട് പായലുണ്ടാക്കുന്നൊരു കളിയാക്കൽ. അത് എന്നെ മാത്രമല്ല മൊത്തത്തിൽ സിനിമയിലെ കലാസംവിധായകരെ മൊത്തം കളിയാക്കുന്ന പോലത്തെ ഒരു ടോക്ക് വന്ന പോലെ എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, എന്നാൽ പിന്നെ നമുക്ക് ഈ പായലങ്ങ് വളർത്തിയാൽ എന്താ എന്നൊരു തീരുമാനം നമ്മളതിനകത്തുണ്ടായി. പിന്നെ അതിനെപ്പറ്റി റിസർച്ചായി. അപ്പം ഇത് സിമ്പിളായിട്ട് പറ്റുന്നൊരു പണിയായിട്ട് എനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ മോസാർട്ട് എന്നും പറഞ്ഞൊരു ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് 3-4 ദിവസം കൊണ്ട് വളർന്നു വരുന്നൊരു പ്രോസസ്സാണ് ഈ പായൽ മോസ്. അങ്ങനെ അതിനെ പറ്റിയുള്ള പഠനം പഠിച്ച് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ നേരെ ഈ സ്ഥലത്ത് പോയി ഈ സാധനം അപ്ലൈ ചെയ്ത് നോക്കി. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇത് കിളുത്ത് വന്നു. അങ്ങനെ ആരോടും പറഞ്ഞൊന്നുമില്ല. ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പം ഈ കുമ്പളങ്ങി നേഴ്സിൻ്റെ ഡയറക്ടർ വന്നപ്പം വീട് മൊത്തം പായൽ പിടിച്ച് കിടക്കുകയാണ്. അത് അത്ഭുതം ഒരു കാഴ്ചയായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ബ്രഹ്മയുഗത്തിലെ ഉളപ്പമണ്ണ മന എങ്ങനെ മാറ്റും ജോഷിയേട്ടാ എന്നൊരു ചോദ്യം രാഹുൽ എന്നോട് ചോദിച്ചു. ഞാനും രാഹുലിനോട് ചെയ്യും, എങ്ങനെ മാറ്റും രാഹുൽ? അപ്പം അതെങ്ങനെ മാറ്റുമെന്ന് രണ്ടുപേർക്കും അറിയില്ല, പക്ഷേ അതുണ്ടാകുന്നതാണ്. അപ്പം നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് വന്നപ്പോൾ അങ്ങനെ നമുക്ക് തോന്നിയൊരു ഐഡിയയാണ് പുല്ല് വളർത്തിയാലോ. ഒരാൾ പൊക്കത്തിൽ പുല്ല് വളർത്തി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ നമ്മൾ വരച്ച് നോക്കി ഒരിക്കൽ ഉളപ്പമണ്ണ മന എങ്ങനെ ഇരിക്കും. ആ കാഴ്ചയാണ് ഇപ്പം നമ്മൾ സിനിമയെ കണ്ട ഉളപ്പമണ്ണ മന.
അതുപോലെ പിന്നെ നമ്മുടെ വരിക്കാശ്ശേരി മന ഒരുപാട് ചിത്രങ്ങൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അപ്പോൾ അവിടെ അതിൻ്റെ നടുമുറ്റവും അതിൻ്റെ അടുക്കളയൊക്കെ ഒരുപാട് സിനിമയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു സിനിമയെ കണ്ട ഒരു സ്ഥലമായി തോന്നരുതെന്നുള്ള വാശിപ്പുറത്താണ് അതങ്ങനെ ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വന്നത്. അങ്ങനെ ബാക്കിയെല്ലാം എറണാകുളം സെറ്റുകളൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാം ചലഞ്ചിങ്ങാണ്, എല്ലാവർക്കും ചലഞ്ചിങ്ങാണ്. ഡി റസീറെ പറ്റി പണിയെക്കാട്ട് ഒരു ടെൻഷൻ വന്നൊരു പോയിൻ്റ് ഉണ്ട്. കാരണം ഞാൻ സിനിമ സംവിധാനം ചെയ്തത് പൊന്മാൻ. ഈ സിനിമ സംവിധാനം ചെയ്യുന്നതിന് മുമ്പാണ് ഈ രാഹുൽ എന്നോട് ഈ സിനിമ കഥ പറയുന്നത്. പ്രമേയത്തിന് ശേഷം നമുക്ക് ഈ സിനിമ ഇന്ന സമയത്തുണ്ടാകും ജ്യോതിഷേട്ടാ എന്ന് പറയും, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് നിന്ന സമയത്താണ്. അപ്പോൾ എൻ്റെ കണക്കിൽ പൊന്മാൻ റിലീസ് കഴിഞ്ഞു, ഞാൻ ഫ്രീ ആയി അടുത്ത പടത്തിൽ കയറാമെന്നൊരു പ്ലാനായിരുന്നു. പക്ഷേ പൊന്മാൻ്റെ റിലീസ് ഒരു 3-4 മാസം മുന്നോട്ടായപ്പം ഈ പടം തുടങ്ങുകയും വേണം, എന്നാൽ എൻ്റെ പടത്തിൻ്റെ റിലീസ് വേണം. ഇപ്പോൾ രാഹുലിനോട് നോ പറയാനും പറ്റില്ല. ഈ കഥ കേൾക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ പൊന്മാൻ തിയേറ്ററിൽ ഓടുമോ എന്നുള്ള ചിന്തയാണ്. അതാണ് ആദ്യത്തെ ടെൻഷൻ. ഡി റസീറെ പറ്റി പറയുമ്പോൾ ആദ്യം ടെൻഷൻ അടിച്ച് അവിടുന്ന് പിന്നെ ഞങ്ങൾ പൊന്മാൻ രാഹുൽ പറഞ്ഞു, ചേട്ടാ പടം റിലീസ് ചെയ്തിട്ട് ചേട്ടൻ വന്നാൽ മതി, നമുക്ക് ഇന്ന ദിവസമേ ഉള്ളൂ ഷൂട്ട്, അപ്പം ചേട്ടൻ അത് കഴിഞ്ഞ് വന്നാൽ മതി, ചേട്ടൻ വരണ്ട തൽക്കാലത്തേക്ക്, നിങ്ങൾ ആ കൂടെയുള്ള ആരെങ്കിലും ഒന്ന് വിട്ടാൽ മതി. അങ്ങനെ എൻ്റെ കൂടെയുള്ള കണ്ണനാണ് പോയി, എൻ്റെ കൂടെ സുനിലും കണ്ണനോടാണ് പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും പിടിക്കുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ ഓരോ ദിവസവും നമ്മൾ റിലീസിൻ്റെ തലേദിവസം ഞാൻ ഇങ്ങനെ ടെൻഷൻ ഒരു സിനിമ സംവിധാനം റിലീസാകുന്ന സംവിധാനം ടെൻഷൻ ഊഹിക്കാവുന്നേ ഉള്ളൂ. അത് ഞാൻ പണ്ടൊക്കെ നമ്മൾ പറയാം എന്ത് ടെൻഷൻ എന്ന്, പക്ഷേ അത് ഭീകര ടെൻഷനാണ്. അത് കഴിഞ്ഞ് നമ്മൾ തലേന്ന് ഇരിക്കുമ്പോഴും ഈ വീഡിയോസ് വരിക, അതിൻ്റെ ലൊക്കേഷൻ്റെ വീഡിയോസ് ഇങ്ങനെ അയച്ച് കഴിഞ്ഞാൽ അത് നോക്കി ഇതുപോലെ വേറെ നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് രാവിലെ റിലീസ് ആണ്, ഞാനും എൻ്റെ വൈഫും കുട്ടിയും കൂടെ ഞങ്ങൾ സാധാരണ പോലെ തിയേറ്ററിൽ തിയേറ്ററിൽ ചെന്ന് എന്നിട്ട് പോകുമ്പോഴും ഞാൻ കാറിൽ നിന്ന് ഈ വീഡിയോസാണ് നോക്കുന്നത്. ഇപ്പോൾ ഈ നമ്മൾ ഡി റസീറെ ഓരോ എനിക്ക് അയച്ചു തന്ന റെഫറൻസ് നോക്കുക ഞാൻ. അപ്പോൾ നോക്കിയിട്ട് നമ്മൾ ഇതെല്ലാം വേറെ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് സിനിമ തിയേറ്ററിൽ കയറി സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പടം ഓടും, ഇനിയിപ്പം രാഹുലിൻ്റെ പടത്തിന് പോവാം, ഇതിനി ഒരു സൈഡിൽ കൂടെ അങ്ങ് പൊയ്ക്കോളും എന്നൊരു വിശ്വാസം വന്നു. അങ്ങനെയാണ് ഈ ഡി റസീറിലേക്ക് ഞാൻ എത്തപ്പെടുന്നത്. എത്തിയതിന് ശേഷം ഇതിനകത്ത് ഒരു കഥയിൽ നമ്മൾ ഡിപ്രഷൻ ഡിസൈൻ ചെയ്തപ്പോൾ ഉള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് രോഹൻ്റെ വീടാണ്. നമുക്ക് അങ്ങനെ ഒരു വലിയ വീട് സെറ്റിടാനുള്ള ബഡ്ജറ്റൊന്നും മലയാള സിനിമയ്ക്കില്ല. അപ്പോൾ അതിനകത്താണെങ്കിൽ കഥയുടെ ഒരു 10-40 മിനിറ്റ് സമയം ചിലവഴിക്കേണ്ട സ്ഥലമാണ്, അതിന് പുതിയ കാഴ്ച വേണം. അങ്ങനെ ഞങ്ങൾ നാട് നീളം വീട് തപ്പാൻ തുടങ്ങി. അങ്ങനെ വീടുകൾ കിട്ടാൻ വളരെ പാടാണ്. ഇത്രയും വലിയ റിച്ചാർട്ട് വീടൊക്കെ ഇത്രയും ദിവസം ഷൂട്ടിന്, അത് ഫുൾ നൈറ്റ് ഷൂട്ടിനൊക്കെ തരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ തപ്പി വടകരയിലാണ് ഞങ്ങൾക്ക് ആ വീട് കിട്ടുന്നത്. അത് കിട്ടിയ ഒരു ആശ്വാസമായി. പിന്നുള്ളത് എൽസമ്മയുടെ വീടാണ്, ക്ലൈമാക്സിലുള്ള ആ വീടാണ്. അത് പിന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന കാര്യമില്ലേ ഉള്ളൂ, ഒരു പറമ്പ് കിട്ടി നമുക്ക് പണിയാവുന്ന കാര്യം കേസേ ഉള്ളൂ. അങ്ങനെ ആ വീട് സെറ്റ് ഇടുക. അത് 1-1.5 മാസം എടുത്തിട്ട് സെറ്റ് ഉണ്ടാക്കിയിട്ടാണ് ആ വീട് അവസാനം കത്തിക്കുന്നതും. അങ്ങനെ ഒരു 4 ദിവസം ഷൂട്ടായുള്ളായിരുന്നു അവിടെ. അങ്ങനെ പുല്ലൊക്കെ സൈഡിലൊക്കെ പുല്ല് പഴയ പോലെയൊക്കെ വളർത്തി ഒരു പരുവാക്കി ആ വീട് അങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്താണ്. അതാണ് ഡി റസീറെ പറ്റി പറയാനുള്ള ഒരു ഞെട്ടിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ദിവസം ഞാൻ വർക്ക് ചെയ്ത സിനിമ പൂമരം. എനിക്ക് തോന്നുന്നത് ഞാനൊരു 135 ദിവസത്തോളം ആ സിനിമയിൽ ജോലി ചെയ്തു. എന്നിട്ട് ഞാൻ സംവിധായകൻ ബ്രിഷേൻ എന്നോട് പറഞ്ഞ്, ചേട്ടാ ഞാൻ പോവാണ്, ഞാൻ മടുത്തു. പോകുന്നതുകൊണ്ട് വേറെ ഒന്നുമില്ല, കാശിൻ്റെ മറ്റുള്ള വിഷയമല്ല, ഞാൻ മടുത്തു, ഞാൻ ഈ പരിപാടി നിർത്തുകയാണ്, ഞാൻ വേറെ ഒരു സിനിമ ഈ 20 ദൃക്സാക്ഷി എന്നൊരു സിനിമ എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ അതിലേക്ക് പോവുകയാണ്. പുള്ളിയൊന്നും പറഞ്ഞില്ല, ദൂഷി പൊയ്ക്ക് ദോഷം, എൻ്റെ അസിസ്റ്റൻസ് ഇവിടെ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ ദിവസം വർക്ക് ചെയ്ത സിനിമ അതാണ്. അതായത് ഞാൻ ഈ സിനിമയിലേക്ക് വരണം ചെറിയ സീരിയൽ ഞാൻ എൻ്റെ കോളേജ് പഠന കാലത്ത് ഞാൻ ഏഴിലമ്പാല സീരിയലിൻ്റെയൊക്കെ ആർട്ട് ഡയറക്ടറായിരുന്നു കൊല്ലത്ത്. അങ്ങനെയാണ് ഞാൻ കൊല്ലത്ത് വന്ന് ചേരുന്നത്. എൻ്റെ വീട് കുട്ടനാടാണ്, കൊല്ലത്ത് വന്ന് ചേരുന്നത്. അവിടുന്ന് നമ്മൾ അതിൻ്റെ കൂടെ പഠിത്തമുണ്ട്. എന്നാൽ ഇത് കുറച്ച് കാലം നമുക്ക് മനസ്സിലായി സീരിയലല്ല നമ്മുടെ സീരിയലല്ല നമ്മുടെ ലോകം. തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ പിന്നെ അതൊക്കെ വിട്ട് കളഞ്ഞിട്ട്, നല്ല കാശ് കിട്ടുന്ന പരിപാടിയായിരുന്നു, അതെല്ലാം വിട്ട് കളഞ്ഞിട്ട് നമ്മൾ വേറെ സൗഹൃദങ്ങൾ കൂടി അങ്ങനെ കൊല്ലത്ത് 4-5 ചെറുപ്പക്കാർ ഞങ്ങൾ ഗ്രൂപ്പ് മോന്തായം എന്ന ഗ്രൂപ്പ് ഉണ്ടായി. അതിൽ നിന്നുണ്ടായ കഥയാണ് 4 ചെറുപ്പക്കാരും പൊന്മാനും. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന കാലത്ത് ഞങ്ങൾ തല്ലിപ്പണങ്ങി പോകേണ്ട ഒരു സാഹചര്യമാണ്. തല്ലിപ്പണങ്ങിന്ന് വെച്ചാൽ എല്ലാവരും ഓരോരുത്തരുടെ മേഖലയിലേക്ക് പോയി. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് കെട്ടിക്കിടക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞങ്ങളും ട്രാവൽ ചെയ്തു. ആ യാത്ര തിരുവനന്തപുരത്ത് ചെന്നെത്തുകയും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം നമ്മളിങ്ങനെ ശില്പകലയൊക്കെ ആയിട്ട് നടക്കുകയാണ്. കനായ് സാറിൻ്റെ കൂടെയൊക്കെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലാതെ വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രി ഇങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ ആലോചിക്കുകയാണ്, ഈ സിനിമയിൽ വന്നാലെന്താ എന്ന് ആലോചിക്കുകയും. അങ്ങനെ നമ്മുടെ സുഹൃത്ത് ശരത്ത് ലത്തീഫ് എന്ന് പറയുന്നത്, ശരത്തേട്ടൻ രാത്രി തന്നെ ഫോൺ ചെയ്ത് മറ്റേ സാലു കെ ജോർജ് ആ ഡയറക്ടറെ വിളിക്കുന്നു. അപ്പോൾ പുള്ളിയുടെ ഒരു സിനിമയായിട്ട് പുള്ളി ഷൂട്ട് ചെയ്യാൻ തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പയ്യനുണ്ട്, അവന് സിനിമയിലേക്ക് വരാൻ താല്പര്യമുണ്ട്, രാവിലെ വരാൻ പറഞ്ഞു. രാവിലെ ഞാൻ സിനിമാ ലോകത്തെത്തി. പക്ഷെ ഞാൻ കണ്ടത് സംവിധാന സഹായി എന്നുള്ള കാഴ്ചയിലാണ് ഞാൻ അവിടെ എത്തുന്നത്. പക്ഷേ എന്നെ കലാസംവിധാന സഹായി ആണെന്നുള്ളത് അവിടെ ചെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ജോലി, ഞാൻ അതിൻ്റെ കൂടെ കൂടി. അങ്ങനെ നിന്ന് ഒരു 2 പടം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിടാ, ഒരു സ്വന്തമായിട്ടൊരു സിനിമ
കലാസംവിധാനം ചെയ്താൽ എന്താ. അപ്പോഴാണ് ആദാമിൻ്റെ മകൻ അബു എന്ന സിനിമയിലേക്ക് സലീം മുഹമ്മദ് വിളിക്കുന്നത്. അതിന് കാരണം സുനിൽ കാര്യാട്ടുകര എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത് പകയുടെ സിനിമയൊക്കെ ചെയ്ത സുനിലാണ് കാരണക്കാരൻ. അങ്ങനെ അത് കഥ കേട്ടിട്ടേ ചെയ്യുള്ളൂ എന്ന് അന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാനും പിന്നെയൊക്കെ ആലോചിക്കാൻ പറ്റാം, ഒരു പുതുകൾ സിനിമ തരിക കഥ കേട്ടിട്ടേ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഉഗ്രം പടമാണ്, ഞാൻ ചെയ്യും. അങ്ങനെയാണ് ആദാമിൻ്റെ മകനെ പോയിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു 10, 40, 50 സിനിമകളോ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ തോന്നൽ, ഈ ഡിയർ സിറ വരെ. അപ്പം അങ്ങനെ ഈ നമ്മൾ ഇതിൽ വന്നപ്പോൾ നമുക്ക് മനസ്സിലായിട്ട് സംവിധാന കാലം നഷ്ടപ്പെട്ടു പോകുമോ, സംവിധാനം ചെയ്യണം എന്നുള്ള ആഗ്രഹം പോകുമെന്ന്. പിന്നെ നമുക്കത് കൂടിക്കൂടി വന്നു. അതായത് നമ്മൾ കലാസംവിധാനമായിട്ട് ഇന്നപ്പോൾ കുറച്ച് കാശ് കിട്ടുന്നുണ്ട്, കൊള്ളാം, എന്നാൽ ഇച്ചിരി കാശൊക്കെ ആയിട്ട് സംവിധാനം ചെയ്യാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നല്ല കഥ വേണം. അങ്ങനെ തേടി നടന്ന സമയത്താണ് ഈ 4-5 ചെറുപ്പക്കാർ എന്ന ഈ നമ്മുടെ ജീവിതം തന്നെ, അത് നമ്മുടെ ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി ചെയ്ത ജിത്ത് അഷ്റഫാണ് അത് പറയുന്നത്. ഇയാൾ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് കഥ കിടപ്പില്ലേ, ഇയാൾക്ക് പോയി ഇയാൾക്ക് അങ്ങനെ ഒരു കഥയെടുത്ത് സിനിമ ചെയ്തുകൂടെ എന്ന്. അദ്ദേഹമാണ് എൻ്റെ ഓർമ്മ ശരിയാണ്, അതെ പുള്ളി തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ നമ്മുടെ കഥ തന്നെ സിനിമയാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് കഥയൊക്കെ പ്ലാൻ ചെയ്ത്. ഇപ്പോൾ GR ഇന്ദു അവനെ ഒരുപാട് വായിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. 18 വർഷമായിട്ട് പുള്ളിയെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ പുള്ളിയെ ഒന്ന് കാണാനുള്ള ശ്രമം നടത്തുകയും, അങ്ങനെ ഇപ്പോൾ ബിലായത്ത് പുത്തയുടെ കോറൈറ്ററായിട്ടുള്ള രാജേഷ് പിന്നാടനാണ് എന്നെ ഇന്ദുവൻ ചേട്ടനെ പരിചയപ്പെടുത്തുന്നത്. ചെന്നപാടെ ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞു, പുള്ളി അപ്പോൾ തന്നെ റിജക്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ നല്ല സൗഹൃദം വിട്ടില്ല. പിന്നെ ഇടയ്ക്ക് ഞാൻ വിളിക്കും, പുള്ളി എടുക്കാതായി ഫോൺ. ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു കാര്യം പറഞ്ഞു. ഒരു ദിവസം പിന്നെയും കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ പറഞ്ഞു കഥ, ഞങ്ങൾ കൊല്ലത്തൊരു അനുഭവം പറയാം ചേട്ടൻ, ഒരു കഥയാക്കി തരുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെയാണ്. അപ്പോൾ പുള്ളി ആദ്യം വിട്ടു. അപ്പോൾ ഞാൻ ചേട്ടാ ഇത് കൊല്ലംകാരൻ തന്നെ എഴുതണം, എഴുതാൻ നല്ലതാണെന്ന് പറയുകയും അതിൽ പുള്ളി ഒന്ന് അനങ്ങിയ കൊല്ലംകാരൻ, കൊല്ലത്തൊരു കഥ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നപ്പോൾ പുള്ളി എൻ്റെ ഫ്രണ്ട്സും എല്ലാം പുള്ളിയുടെ ഫ്രണ്ട്സുമാണ്. അപ്പോൾ പുള്ളി ഒന്ന് കൊള്ളാം, അങ്ങനെ ഞങ്ങളുടെ ജീവിത കഥ പറഞ്ഞു എഴുതുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു ഒരു കഥ കിട്ടും, നമുക്ക് സിനിമ ചെയ്യാമെന്ന് പറയുമ്പോൾ അത് ആ സമയത്ത് കോവിഡ് വന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പുള്ളി ദിവസം വിളിച്ചപ്പോൾ ജോഷി അത് കഥയൊന്നുമില്ല, കുറേ അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ, പക്ഷേ വേറെ ആരെയും സമീപിക്കുക എന്ന് പറഞ്ഞിട്ട് എന്നെ ഒഴിവാക്കി. അപ്പോൾ കോവിഡും ഇതും എല്ലാം കൂടെ മൊത്തത്തിൽ മാനസികമായി തകർന്ന ഈ സമയത്ത് അങ്ങനെ ഒരു 3-4 മാസം വീട്ടിയ സമയത്ത് ഒരു ദിവസം പുള്ളി എന്നെ വിളിക്കുന്നു. പക്ഷേ ഒരു ഐഡിയ മനസ്സിൽ വന്നു. അത് വെച്ച് ഞാൻ ഒരു കഥ എഴുതി എൻ്റെ ഒരു 13 പേജ് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്, വായിച്ച് നോക്കാൻ പറ്റും, 2 എപ്പിസോഡ്. അപ്പോൾ ഞാൻ അത് വായിച്ച് നോക്കിയപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം നമ്മൾ കണ്ടതിന് അപ്പുറത്തേക്കൊരു ലോകം പുള്ളി ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ചേട്ടാ ബാക്കി എഴുതാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി ബാക്കി എഴുതിയതാണ് 4 ചെറുപ്പക്കാർ കഥ. അത് പൊന്മാൻ സിനിമയായി മാറി. അതാണ് ആ ട്രാവൽ, കലാസംവിധാനത്തിൽ നിന്ന് സിനിമയിലേക്ക് എത്താനുള്ള ട്രാവൽ. ഇനിയിപ്പോൾ കലാസംവിധാനവും തുടരും, സംവിധാനവും തുടരും. ഞാനൊരു കലാസംവിധാനമായി ജോലി തുടങ്ങി. തിരക്കുള്ള ജോലിയാണ്, നമുക്കങ്ങനെ ഫുൾ ടൈം ഒരുപാട് സമയമൊന്നും വീട്ടിൽ പോകാനുള്ള സമയങ്ങൾ കിട്ടാറില്ല. കൂടുതലും സെറ്റ് വർക്കും കാര്യങ്ങളും യാത്രയും ലൊക്കേഷൻ കാഴ്ചയൊക്കെ തന്നെ ഓട്ടമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ യാത്രക്കിടയിൽ നമ്മൾ മുറുകെ പിടിച്ച് നമ്മുടെ ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ, അത് നമ്മൾ കളയരുതെന്നുള്ളത് എനിക്ക് വലിയ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സിനിമ എന്ന് പറയുന്ന മാസ്മീയ ലോകത്തേക്ക് നമ്മൾ എത്താൻ ആഗ്രഹിക്കുന്നില്ല. സിനിമ എൻ്റെ ഒരു ജോലിയാണ്. സിനിമ അങ്ങനെ തന്നെ ഞാൻ കാണുന്നത്. അല്ല ഒരു മാജിക്കിലേക്ക് നമുക്ക് പോകാൻ, ഒരു മാസ്മരിക ലോകത്തേക്ക് പോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് വ്യക്തി എന്ന നിലയിൽ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ കലാസംവിധാനമാകുമ്പോൾ നമുക്ക് സിനിമകൾ ചെയ്യുന്നതുകൊണ്ട് അതിന് മെയിനായിട്ടുള്ളത് സാമ്പത്തികമാണ്. സാമ്പത്തികം കിട്ടുന്നുണ്ട്, ജീവിക്കാനുള്ള പൈസ കിട്ടുന്നുണ്ട്. അങ്ങനെ തന്നെ പോകല്ല, വ്യക്തിപരമായിട്ടൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. വ്യക്തി തന്നെയാണ്. അല്ല, ഞാൻ കലാസംവിധായകനായിട്ടല്ല പൊന്മാൻ സംവിധായകനെ കണ്ടത്. കലാസംവിധാനം വേറെയും സംവിധാനം വേറെയാണ്. രണ്ടും 2 ധ്രുവങ്ങളിൽ കിടക്കുന്ന 2 പരിപാടികളാണ്. കലാസംവിധായകനെ സംബന്ധിച്ചോളം എനിക്ക് സംവിധായകനെ തൃപ്തിപ്പെടുത്തുക എന്നൊരു ജോലി മാത്രമേ ഉള്ളൂ. അതായത് എൻ്റെ വർക്കിൽ പുള്ളിയെ തൃപ്തിപ്പെടുത്തുക, പുള്ളിക്ക് വേണ്ട സാധനം കൊടുക്കുക. അതിനപ്പുറത്തേക്ക് ഒരു കലാസംവിധാനം വേറെ മലമറിക്കാൻ ഒന്നുമില്ല. പക്ഷേ ഒരു സംവിധായകനെ സംബന്ധിച്ചോളം എൻ്റെ സിനിമ ലോകത്തുള്ള ജനങ്ങൾ മുഴുവൻ തൃപ്തിപ്പെടണം എന്നുള്ളത് വലിയൊരു പാതയാണ്, വലിയൊരു റിസ്ക്കാണ്. അതും ഇത്രയും പണം മുടക്കി ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് സിനിമ എന്നെ വിശ്വസിച്ച്. അപ്പോൾ ആ പണം തിരിച്ച് കൊടുക്കുക എന്ന ഉത്തരവാദിത്വം, 2 നിലവാരം വേണമെന്നുള്ള ഉത്തരവാദിത്വം, പിന്നെ ഇത് ലോകം മൊത്തം കണ്ടിട്ട് ഇത് ഒരാളെങ്കിലും കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വിഷമം, ഇതാണ് നമുക്ക് ഈ സംവിധായകനിൽ വന്നപ്പോൾ ഉള്ള മാറ്റം. സംവിധാനം വെച്ച് നോക്കിയാൽ ഈസി ജോലിയാണ്, വളരെ സിമ്പിൾ ജോലിയാണ്. അതിനിപ്പം നമ്മളൊരു കഥ പറയാൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മളെ സ്പർശിക്കുന്നുണ്ടോ നമ്മൾ നോക്കും. സംവിധാനമായാലും നമ്മളെ സ്പർശിക്കുന്നില്ല എങ്കിൽ, നമ്മളിപ്പോൾ ഇന്ന് കേട്ടു, നമ്മളിപ്പോൾ തന്നെ അതിനകത്ത് വന്ന് ചേരുമല്ലോ. അപ്പം നമ്മൾ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും ഈ കഥ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കലാസംവിധാനം ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്ത സിനിമകളാണ് ഈ പറയുന്ന കുമ്പളങ്ങി നൈസായാലും, ഈ പറയുന്ന തൊണ്ടി മുതലായാലും, ഈ പറയുന്ന ഭ്രമയുഗമായാലും, ഇർസീറയായാലും, ഇതെല്ലാം അങ്ങനെ ചെയ്തുള്ള സിനിമകളാണ്. അങ്ങനെ ഞാൻ ഒഴിവാക്കിയ ഒരുപാട് സിനിമകളുമുണ്ട്. നല്ല സിനിമകൾ അതല്ല, മോശം സിനിമ എന്നല്ല പറഞ്ഞു. പക്ഷേ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത്, എനിക്ക് പറ്റാത്ത ഏരിയ വരുമ്പോൾ എന്നെ കൂടെ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ എന്തിനാ ജോലിക്ക് പോകുന്നത്?
അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. പക്ഷേ നമുക്കത് ഒരു കാഴ്ച നമുക്കുണ്ടെങ്കിൽ അത് ഒരാളുടെ കഥ പറയും. ഇപ്പോൾ ബ്രഹ്മയുഗം അങ്ങനെ ഒരു ഉദാഹരണമാണ്. ബ്രഹ്മയുഗം ഭൂതകാലം എന്നെ രാഹുൽ വിളിച്ച സിനിമയാണ്. എനിക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ല. ഭൂതകാലം ഞാൻ കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. രാഹുലിനെ വിളിക്കുകയും ചെയ്തു. അങ്ങനെ ബ്രഹ്മയുഗം വന്നപ്പം രാഹുൽ എന്നെ സമീപിച്ച്, ചേട്ടാ ഈ കഥ ഒന്ന് കേട്ട് നോക്കൂ, ചേട്ടന് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യൂ എന്ന് പറഞ്ഞ് കഥ കേട്ടപ്പോൾ തന്നെ ഞാൻ രാഹുലിനോട് പറഞ്ഞ വിത്ത് സെക്കൻഡ് പറഞ്ഞു, രാഹുൽ ഇപ്പോഴും ഞാൻ ചെയ്യും, ഇത് നമുക്ക് ചെയ്യണം, ഇത് അടുത്ത വർഷത്തെ ഹിറ്റ് പടമാണ്, സൂപ്പർ ഹിറ്റ് ഒരു പടമാണ്, അത് മാത്രമല്ല ലോകം ചർച്ച ചെയ്യാൻ പോകുന്ന സിനിമയാണെന്ന് പറഞ്ഞിട്ടാണ് ആ പടത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ കഥ കേട്ടപ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് ഒരു സ്പേസ് കലാസംവിധാനം ഉണ്ടെന്നും ആ സിനിമ ചരിത്രമാകുമെന്നും ഒക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബ്രഹ്മയുഗം ചെയ്തത്. 4 ചെറുപ്പക്കാർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു അനുഭവത്തിൽ നിന്ന് ജി ആർ ഇന്ദു ഗോപൻ എന്ന് പറയുന്ന മനുഷ്യൻ ഉണ്ട് ക്രിയേറ്റിവിറ്റിയാണത്. അത് പുള്ളിക്കാണ് ഫസ്റ്റ് ക്രെഡിറ്റ് അതിൻ്റെ. പുള്ളി ആ ലോകം പുള്ളിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല, പൊന്മാൻ സിനിമ ഇല്ല, സത്യം അതാണ്. പിന്നെ ഈ സിനിമ നമ്മൾ ബേസിൽ എന്ന് പറയുന്ന നടനിലേക്ക് നമ്മൾ വരികയാണ്. നമുക്ക് പി അജേഷ് ബേസിലാകാം എന്നുള്ളൊരു കാഴ്ചപ്പാട് വരികയും അങ്ങനെ ബേസിലിനോട് നമ്മുടെ പ്രൊഫഷൻ കണ്ടു ബെന്നി കട്ടപ്പന, അദ്ദേഹം എൻ്റെ ഞാൻ ഹൈദരാബാദാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ ഫ്ലാറ്റിൽ ഇരുന്നിട്ട് എനിക്ക് രാത്രി തോന്നുക ബേസിലിനെ വെച്ച് ചെയ്യാം, ജയ് ഹോ സിനിമ കണ്ടിട്ട്. അപ്പോൾ രാത്രി ഞാൻ ബെന്നിയെ വിളിക്കുന്നു, ബെന്നി പോയി എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ബുക്ക് എടുത്ത് ബേസിലിന് കൊടുക്കുന്നു. അങ്ങനെ ബേസിൽ വായിക്കുന്നില്ല, പുള്ളി സംവിധാനമൊക്കെ നിർത്തി, അഭിനയമൊക്കെ നിർത്തി സംവിധാനത്തിലേക്ക് പോകാൻ നിൽക്കുന്ന സമയമാണ്. അപ്പം അങ്ങനെ പുള്ളിയുടെ കൂടെ ഗ്രൂപ്പിലുള്ള 2-3 പേര് പറയുന്നു, ചേട്ടാ നല്ല പുസ്തകമാണത്, വായിക്കണമെന്ന് പറഞ്ഞ് അവരെ ബേസിലെ പുസ്തകം വായിക്കും, ബേസിലെ ഒന്ന് കാണിക്കും, ബേസിൽ അത് ഓണായി, ബേസിൽ പുസ്തകം വായിച്ച് ചെയ്യാമെന്ന് ചേട്ടാ എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് അതിലേക്ക് എത്തുന്നത് എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടുള്ള രഞ്ജിത്ത് കർണാകൻ. അദ്ദേഹം നേരെ അജിത്ത് വിനായക പ്രൊഡക്ഷൻസിലേക്ക് നമ്മുടെ കഥ വരുന്നു. കഥ പോലും അവർക്ക് കേൾക്കണ്ട, ജോഷി പടം ചെയ്തോ എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. അവർക്കറിയാം ഈ കഥ നല്ലതാണെന്നും അതൊന്നും സ്ക്രിപ്റ്റ് ഒന്നും അവർ കാണണ്ട, നിങ്ങൾ സിനിമ ചെയ്തു, അതിനുള്ള ബഡ്ജറ്റും നമുക്ക് തന്ന്, അങ്ങനെ അവരുടെ ഭയങ്കര പിന്തുണ. ഒരു സിനിമ ഇതുവരെ ഈ നിമിഷം വരെ പൊന്മാനെ ഒരു ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കിയിട്ടില്ല പ്രൊഡക്ഷൻ, അത്ര നല്ല പ്രൊഡക്ഷൻ കമ്പനിയാണ്. അങ്ങനെ അതിലേക്ക് നമ്മുടെ സാനുചേട്ടൻ വരുന്നു. പുള്ളി തിരക്കുള്ള സിനിമാറ്റോഗ്രാഫറാണ്, തെലുങ്കിലേക്ക് വളരെ തിരക്കുള്ള മനുഷ്യൻ. പുള്ളിക്ക് കഥ വായിച്ചിട്ടാണ് പുള്ളി ആ സിനിമ ചെയ്തു തരാം, വളരെ തുച്ഛമായ ശമ്പളത്തിലാണ് പുള്ളി ആ സിനിമ നമുക്ക് ചെയ്തു തന്നത്. പുള്ളിക്ക് ആ കഥയാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ പുള്ളി ആ സിനിമയിലേക്ക് എത്തുക. അങ്ങനെയല്ല ഓരോരുത്തരും എൻ്റെ ടെക്നീഷ്യൻ ക്രൂ എല്ലാവരും വന്ന് ആത്മാർത്ഥത്തോടെ വർക്ക് ചെയ്താണ് പൊന്മാൻ എന്ന് പറയുന്ന സിനിമ ഉണ്ടായത്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഈ ഇങ്ങനെ ഒരു കഥ, ആ കഥയെന്ന് പറയുന്നതിന് ഭയങ്കര ജീവനാണ്. അപ്പം അതിൽ പുള്ളി വിഷ്വലും കൂടെ എഴുതിയിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. അപ്പോൾ അത് നമ്മൾ സിനിമയിൽ വരുമ്പോൾ ഇത് മിക്കവാറും പലതും പൊളിഞ്ഞതാണ് നമ്മൾ മുമ്പിൽ കണ്ടേക്കുന്നത്. ചരിത്രം പലതും പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം എനിക്കത് എന്നെ സംബന്ധിച്ചുള്ള ഇതൊരു സിനിമയായിരിക്കണം. 1. 2, ഈ പുസ്തകത്തിന് മേളിൽ പോകാനും പാടില്ല. പുസ്തകത്തിന് മേളിൽ ഈ സിനിമ പോകുമ്പോൾ വേറെ സിനിമയായി പോകും. പുസ്തകം എന്ത് പറയുന്നു, പുള്ളി എന്താണ് അതിനകത്ത് സാഹിത്യം, പുള്ളി എന്താണ് കണ്ടേക്കുന്നത്, അതിൻ്റെ വിഷയിലേക്ക് പോയാൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതെന്നെ ആദ്യം തന്നെ ഞാൻ തീരുമാനം എടുത്തിരുന്നു. അതായത് പുസ്തകത്തിന് മേളിൽ സിനിമ പോകരുത്, പുസ്തകത്തോളം എങ്കിലും നിൽക്കണം സിനിമ. അങ്ങനെയാണ് നമ്മൾ പൊന്മാൻ്റെ ഓരോ ഭാഗങ്ങൾ നമ്മൾ പോയി. പിന്നെ സിനിമ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളത് പുസ്തകത്തിൽ അല്ലാത്തതൊക്കെ അതിനകത്ത് വന്നു ചേർന്നിട്ടുണ്ട്. അതൊക്കെ സിനിമയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. നോവലെന്ന രീതിയിൽ ആ ഏരിയ താൻ നിന്നാലും കുഴപ്പമില്ല, സിനിമ എന്ന് പറഞ്ഞാൽ ആ ഏരിയ പൊങ്ങി നിൽക്കണം, എങ്കിലേ ഓഡിയൻസിന് ആ സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞു പോകുന്ന സിനിമയായി മാറിയത്. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ചില സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുസ്തകത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ അനുമതിയോട് തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്, അല്ല നമ്മുടെ ഒരു സ്വാതന്ത്ര്യമല്ല. റൈറ്റർ സമ്മതിച്ചതിന് ശേഷമാണ് നമ്മളത് മാറ്റിയിട്ടുള്ളത്. പുള്ളി തന്നെയാണ് എഴുതി തന്നത്, ആ മാറ്റിയതും പുള്ളി തന്നെയാണ് എഴുതി തന്നത്. അങ്ങനെ അപ്പോൾ എന്തായാലും അതിന് ആ പുസ്തകത്തോളം നീതി പുലർത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സിനിമ അന്ന് നടന്ന് കാണണമെന്ന് ആഗ്രഹിച്ചത്, ഇപ്പോൾ പെൺകുട്ടിയുടെ കല്യാണം നടക്കണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. അതിനാണ് നമ്മൾ പോയത്. പിന്നെ ഈ ആൾ എങ്ങോട്ട് പോയെന്നുള്ളത് നമുക്ക് ജീവിതത്തിൽ അറിയില്ല. ഈ പി അജേഷ് എങ്ങോട്ട് പോയെന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ കഥയായിട്ട് വന്നപ്പോൾ ഈ പി അജേഷിൻ്റെ പുറകെ ജി ആർ ഇന്ദു ട്രാവൽ ചെയ്യുവാണല്ലോ. ഇയാൾ എങ്ങോട്ട് പോയിട്ടുണ്ടാവും അന്ന് രാത്രി. അപ്പോൾ ഈ ഫസ്റ്റ് നൈറ്റിന് പുള്ളി കാവലിരിക്കുന്നു, അത് കണ്ടു. അപ്പോൾ ഈ പെണ്ണ് പിറ്റേന്ന് പൊന്നുമായിട്ട് പോകുന്നു, പുറകെ പോകുന്നു, അത് വേറൊരു ടെറൈൻ സ്ഥലത്ത് ചെല്ലുന്നു, അവിടെയും പുള്ളി കടിച്ചു തൂങ്ങി കിടക്കുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് പിന്നെ പോകാൻ നിൽക്കുമ്പോൾ പെണ്ണിനെ വിളിച്ച് വാ പൊന്നുരുത്താന്ന് പറയുമ്പോൾ അവൾ പറഞ്ഞു ഏത് പൊന്ന്, നിന്നോട് ഞാൻ വല്ലതും മേടിച്ചെന്ന് ചോദിക്കുന്നത്, അത് പകച്ച് നിൽക്കുന്ന. അപ്പോൾ അവിടെ കാണുന്ന ഒരു വയലൻസ് അദ്ദേഹത്തിൻ്റെ, അതായത് അവിടുത്തെ ഭർത്താവ് ഇത്രയും വയലൻസ് ആയിട്ടൊരു മനുഷ്യനാണ്, ഇവൻ്റെ എങ്ങനെ പൊന്നു മേടിക്കും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളതെല്ലാം ജി ആർ ഇന്ദുവിൻ്റെ ക്രിയേഷനാണ്. അപ്പോൾ ജീവിതത്തിൽ നമുക്കിപ്പം എൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് ആ സാധനം മറന്നല്ലോ, അവിടെ തൊട്ടുള്ളത് കഥയാണല്ലോ. നമ്മൾക്ക് അങ്ങനെ ജീവിതത്തിൽ നിന്നൊന്നും പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളത് വിട്ടല്ലോ, നമ്മളാ കഥ വിട്ടു. സിനിമയായിട്ട് വന്നപ്പം അതിനകത്ത് അജേഷ് പൊന്നു വാങ്ങണമെന്ന് എനിക്ക് നല്ല വാശിയുണ്ടായിരുന്നു. അജേഷ് പൊന്നു വാങ്ങണം, അല്ലേ പിന്നെ അജേഷ്. അപ്പം ഞാനൊരു അജേഷാണ്,
ഇപ്പം ഞാൻ ഈ സിനിമ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള എല്ലാ പ്രവൃത്തികളും ബി പി അജേഷിൻ്റെ അതേ ആറ്റിറ്റ്യൂഡായിരുന്നു. നമ്മളിത് കൊണ്ടേ പോകൂ എന്നുള്ള വാശി. ബേസിൽ ആദ്യത്തെ 2 ദിവസം എന്നോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് ഞാൻ ഇല്ല ചേട്ടാ എന്ന് പറഞ്ഞ് ഞാൻ വിട്ടില്ല. 3-ാമത്തെ ദിവസം ഫ്ലാറ്റിൽ ചെന്ന് രാവിലെ. ബേസിൽ ഇത് ചെയ്തേ പറ്റുള്ളൂ, നമ്മൾ ബി പി അജേഷായി. അതുപോലെ ഓരോ കാര്യത്തിലും ഇപ്പോൾ മ്യൂസിക് ആയാലും മറ്റുള്ള കാര്യത്തിലും നമ്മൾ ജസ്റ്റിൻ്റെ അടുത്ത് ജസ്റ്റിനെ പറ്റത്തില്ല, ജസ്റ്റിനെ ഇന്ന് തന്നെ മ്യൂസിക് ചെയ്തേ പറ്റൂ. അങ്ങനെ പിടിവാശികളുടെ പുറത്ത് തന്നെയാണ് പൊന്മാൻ ഉണ്ടായത്. അപ്പോൾ അജേഷൻ എന്ന് പറയുന്നത് ഞാനും കൂടാണ്. അതാണ് നമ്മൾ അതിൽ ആ ലോഡ്ജിൽ വെച്ച് നമ്മൾ പറയാൻ ശ്രമിച്ചത്. സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, അവൻ്റെ അവസ്ഥ, അവൻ്റെ മുമ്പിൽ ഒരവസ്ഥയില്ലാത്ത ഒരുത്തൻ തൂങ്ങിച്ചാൻ പോവുക. അപ്പോൾ അവനത് പിടിച്ച് താഴെ ഇറക്കിയിട്ട് ആ മുണ്ടെടുത്ത് കൊടുക്കുന്നതന്നെ അതാ, ഇനി അവൻ തൂങ്ങിച്ചാരുത് കാരണം ഉറങ്ങിയാലും. അതുകൊണ്ടാണ് പുള്ളി ആ പാൻറ്റിൻ്റെ മേലിലാണ് മുണ്ടെടുക്കുന്നത്. എന്നിട്ട് പുള്ളി കിടന്നിട്ട് ആലോചിക്കും ഇനി ഇവനെ കൊണ്ട് എന്ത് ചെയ്യും. അപ്പോൾ പറയും ഇവനിന്ന് കരയുക. അപ്പോഴാണ് പുള്ളിയുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു വൈകാരികതയാണ് പുറത്ത് വരും. സാധാരണക്കാരനായ മനുഷ്യൻ്റെ വൈകാരികതയാണ്. ആ വൈകാരികതയുടെ മുഖത്തോട്ട് വന്നു കഴിഞ്ഞാൽ അടിയാണ് അത് കഴിഞ്ഞാൽ. അവൻ്റെ ആ മോട്ടിവേഷൻ കഴിഞ്ഞാൽ പിന്നെ അടിയാണ് കിട്ടുന്നത്. വേറൊരു വ്യവസ്ഥിതി വന്ന് അടിക്കുക. അപ്പോഴും ഞാൻ എൻ്റെ പൊന്നും കൊണ്ടേ കൊല്ലത്ത് വരുവുള്ളൂ എന്ന് പറയുന്ന ആ കോൺഫിഡൻസിലാണ് മലയാളിയോ അല്ലെങ്കിൽ ലോകത്തുള്ള ആൾക്കാരെല്ലാവരും ജീവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറുപ്പക്കാരെല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും ജീവിക്കുന്നതെന്നുള്ളൊരു ഒരു നമ്മുടെ വിശ്വാസം. അതെല്ലാം ശരിയാണോന്നില്ല. എല്ലാം പിടിച്ച് വാങ്ങുക എന്ന് വെച്ചാൽ പിടിച്ച് വാങ്ങുന്ന ആരെയും കുത്തിക്കൊല്ലാനോ പിടിക്കാനല്ല പറഞ്ഞത്. നമുക്ക് അവകാശപ്പെട്ടത് കഷ്ടപ്പെട്ട് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ് യൂത്തിന് കൊടുത്ത ഒരു മോട്ടിവേഷനായിട്ട് ആ സിനിമയിൽ ഞാൻ കണ്ടത്. സെറ്റുകൾ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ഒരുപാട് പടത്തിന് സെറ്റിടും പ്രയോജനപ്പെടാതെ ഒരുപാട് സെറ്റുകളുണ്ട്. മെയിനായിട്ട് പറഞ്ഞാൽ ലോൾ ഡിവിഷൻ 7000 കണ്ടി എന്ന സിനിമയുടെ സെറ്റാണ്. അതെന്ന് പറഞ്ഞാൽ കഥ രാധാകൃഷ്ണൻ പുള്ളിയുടെ ആദ്യത്തെ 2 സിനിമകളും ഞാനായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞ സിനിമയും ഞാനാണ് ചെയ്തത്. നോർത്ത് 24 ഗാതും സപ്തമി സസ്കരയൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വന്നപ്പോൾ എന്നെ പല ആവേശം കൊള്ളിച്ചൊരു കഥയാണ്. അതൊരു ഗ്രാമത്തിൻ്റെ മേളിൽ മരത്തിൻ്റെ മേളിൽ താമസിക്കുന്ന കുറേ മനുഷ്യർ, അവരെ ചുറ്റിപ്പറ്റി ഒരു വ്യവസ്ഥിതി വരുന്ന അത് ഫൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന അത് ഗംഭീരമായൊരു തോട്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ ഒരാൾ ചെയ്യാൻ തയ്യാറാകുക എന്ന് പറയുന്നത് വലിയൊരു വലിപ്പമുള്ള കാര്യമായിട്ട് എനിക്കൊന്ന് തോന്നി. അങ്ങനെ ഞാൻ ആ സിനിമയിലേക്ക് എത്തുന്നതും ഞങ്ങൾ ഭീമമായൊരു സെറ്റ് നമ്മൾ ഈ പറയുന്ന ചന്തമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 3-3.5 മാസം എടുത്ത് ഇട്ട് അത് സിനിമയിൽ വരാതിരുന്നതിൽ എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ നമ്മൾ പൊളിച്ച് മാറ്റലെന്ന് പറഞ്ഞത് ഡോക്ടർ ബിജുവിൻ്റെ ഒരു സിനിമ ഞാൻ ചെയ്തിരുന്നു, വെയിൽ മരങ്ങൾ. അതിനകത്തൊരു സെറ്റ് നമ്മൾ മൺട്രോത്തുരുത്തിൽ ഒരു വീടും ഒക്കെ ആയിട്ടിട്ടായിരുന്നു. ആ സ്ഥലത്ത് തന്നെയാണ് ഞാൻ പൊന്മാന സെറ്റ് ഇട്ടേക്കുന്നത്. ആ ചെമ്മീൻകെട്ടിൽ തന്നെയാണ്. അപ്പോൾ ആ വീട് ഇപ്പോഴും നിൽപ്പുണ്ട്. ആ ഡോക്ടർ ബിജുവിൻ്റെ സെറ്റിട്ട വീട് ഇപ്പോഴും നിൽപ്പുണ്ട്. ഇവിടെ നമ്മളിപ്പം പണിത മോട്ടോർ പേരയും അവിടെ അതുപോലെ തന്നെ ഇപ്പോഴും നിൽപ്പുണ്ട്. അങ്ങനെ അത് ഷിലു സാർ എന്ന് പറയുമ്പോൾ എൻ്റെ സുഹൃത്താണ് അതിൻ്റെ ഓണർ. സാറ് മാത്രമേ പറഞ്ഞിട്ടുള്ളത് ജോഷി അത് പൊളിക്കണ്ട അവിടെ കിടന്നോട്ടെ എന്നാണ്. ബാക്കിയെല്ലാം പൊളിച്ച് മാറ്റാനാണ് എന്നെ പറയുന്നത്. ഞാൻ തന്നെ ആദ്യം പൊളിക്കടാന്ന് പറയും. ജോലി കഴിഞ്ഞ് ചെയ്യാം എല്ലാം പൊളിച്ച് മാറ്റാറാണ് പതിവ്. അല്ല അങ്ങനെ വെച്ചാൽ വീട് നിറയും. അതുകൊണ്ടാണ് ഇപ്പം ബ്രഹ്മയുഗത്തിലെ കസേര ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചിലപ്പോൾ അതിലൊക്കെ ഒന്നിരിക്കും, മമ്മൂട്ടിരിക്കുന്ന പോലെയൊക്കെ ഒന്നിരുന്ന് നോക്കും രസത്തിൽ. അത് വീട്ടിലുണ്ട്. പിന്നെ ആദാബിൻ്റെ മകൻ അബുവിൻ്റെ ക്ലാപ്പ് എൻ്റെ കയ്യിലുണ്ട്. പൊന്മാൻ്റെ ക്ലാപ്പ് ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ല. എൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ പയ്യൻ കൊണ്ടുപോയി. അവൻ്റെ ആദ്യത്തെ സിനിമയാണ്, അവന് വീട്ടിൽ വെക്കണമെന്ന് പറഞ്ഞ് ഞാനെന്ന് എടുത്തുകൊണ്ട് വന്ന പോലെ അവനും കൊണ്ടുപോയി. പിന്നെ അങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ നമുക്ക് അങ്ങനെ വെച്ച് വീട് നിറഞ്ഞു പോകും. അതുകൊണ്ടാണ് എൻ്റെ ഒരു മെയിൻ അങ്ങനെ ഒരു പടം കഴിയുമ്പോൾ മെയിനായിട്ട് അതിനോട് കമ്പം നമ്മൾ കളയണമെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. ഇപ്പോൾ പൊന്മാൻ്റെ കമ്പം എനിക്ക് തീർന്നു. ഇനി പൊന്മാനം കൊണ്ട് ഞാൻ നടക്കാൻ പാടില്ല. എൻ്റെ ജോലി കഴിഞ്ഞു. അത് പൊതുജനത്തിന് നമ്മൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം അതിൻ്റെ അറ്റം പറ്റി നടക്കുക എന്ന് പറയുന്നത് ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ശരിയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു കമ്പമൊന്നുണ്ട്. നമുക്ക് അടുത്ത ജോലികളിലേക്ക് പോകുക. അതാണ് നമ്മളെ നമുക്ക് ഇപ്പം ചെയ്തതിനെക്കാട്ടി കുറച്ചും കൂടെ റിസ്ക് ഉള്ള ജോലി, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജോലി അത് ചെയ്യുക എന്നുള്ള ആ ക്രൈസിലാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത്. ഇന്ദുഗോപൻ ചേട്ടൻ എനിക്ക് 19 വർഷമായിട്ട് അങ്ങനെ അറിയാം. പുള്ളിക്ക് എന്നെ അറിയാൻ തുടങ്ങിയിട്ട് 3-4 ഈ കോവിഡിന് മുമ്പുള്ള ഒരു വർഷം തൊട്ടാണ് ഞങ്ങൾ ഇപ്പം 6 വർഷം എന്തായാലും തോന്നുന്നു. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ബീജ ബാങ്കിലെ പെൺകുട്ടി എന്നും പറഞ്ഞൊരു മാധ്യമത്തിൽ വന്നൊരു കഥ വായിച്ചിട്ട് അന്ന് ഈ മനുഷ്യനെ ഞാൻ അളന്നാണ്. വീര തലയാണ് അറിയാം. അപ്പോൾ അന്ന് ഈ കഥ ഇന്ന് അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇനി വരും കാലങ്ങളിൽ എന്തുമായിരിക്കും ഇങ്ങനെ എഴുതുന്നത് വെച്ചിട്ട് പുള്ളിയുടെ എല്ലാ പുസ്തകങ്ങളും കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ മേടിച്ച് വായിച്ച് അങ്ങനെ നമ്മൾ പുള്ളിയുടെ ഒരു ആരാധകനായി ഇങ്ങനെ വന്ന് പക്ഷേ നമുക്ക് പരിചയപ്പെടാനോ സാഹചര്യങ്ങൾ ഉണ്ടായില്ല എന്ന് പറയാം. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്വന്തം കഥ എഴുതുക എന്ന് പറയുമ്പോൾ ഇന്ന് ഇദ്ദേഹത്തെ കൊണ്ട് എഴുതിച്ചേക്കാം എന്ന് നമുക്ക് തോന്നിയിട്ട് അപ്പോൾ ഇങ്ങനെ കൊണ്ട് എഴുതിക്കാൻ പുള്ളി അങ്ങ് എഴുതുമോ, നമ്മളെന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതണോ എന്നുള്ള ചിന്ത. പക്ഷെ എന്നാലും എഴുതിക്കുക എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അജേഷായപ്പോൾ നമ്മൾ ഒന്ന് കാണാമല്ലോ, അത് ചോദിക്കാമല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ പറയുന്ന പുള്ളിയെ കാണുന്നത്. കണ്ട ആ നിമിഷം തൊട്ട് ഇന്നും അതേ ബന്ധം അവൾ മുന്നോട്ട് കൊണ്ടുപോകും. കാരണം ഞാൻ പരസ്പര ബഹുമാനം കൊണ്ടാണ് അത് കിട്ടുന്നത്. പുള്ളി ഒരു കലാകാരൻ, ഞാനൊരു കലാകാരൻ. പുള്ളി എന്നെ ബഹുമാനിക്കുന്ന പോലെ തന്നെ തിരിച്ച് ഞാൻ അദ്ദേഹത്തെയും ബഹുമാനിക്കും.
അപ്പോൾ ആ ബഹുമാനം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബന്ധം നിലനിൽക്കുന്നതിൻ്റെ മെയിൻ കാരണം. രണ്ടെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കഥ നമ്മൾ സിനിമയാക്കാൻ തരുമ്പോൾ നമ്മുടെ സൗകര്യത്തിനല്ല നമ്മളത് ചെയ്യുന്നത്. നമ്മുടെ തോട്ടുകൾ പുള്ളിയായിട്ട് ഷെയർ ചെയ്യും. എന്നിട്ട് നമ്മൾ ചേട്ടനോട് ചേട്ടാ ഇങ്ങനെ ഒരു ഐഡിയ ഇതിനകത്ത് വന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് പറയുമ്പോൾ നല്ലതാണെങ്കിൽ പുള്ളി സ്വീകരിക്കും, ചീത്തയാണെങ്കിൽ പുള്ളി കളയും. പക്ഷേ ആ തോട്ട് നമുക്ക് പിന്നെയും വേണമെങ്കിൽ നമ്മൾ പിന്നെയും പറയും. അപ്പം 2-3 തവണ ഇത് പറയുമ്പം പുള്ളി ചിന്തിക്കും, എടാ ഇവൻ എന്ത് 3-4 തവണ ഇത് പറയുന്നത്. അപ്പം പുള്ളിക്ക് ഒന്ന് ജ്യോതിഷം ശരിയാണെങ്കിൽ ജ്യോതിഷം അത് ചിന്തിക്കും. അത് ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു റൂട്ട് പറയുമ്പോൾ ചേട്ടൻ പറയാം ഇത് കൊള്ളാമല്ലോ ജോഷി. ഞാൻ പറയാം ഇങ്ങനെ ഞാൻ മനസ്സിൽ കണ്ടത് എങ്കിൽ നമുക്കെന്താ അത് അതിലേക്ക് ആഡ് ചെയ്യാമല്ലോ. ഈ അങ്ങോട്ട് ഇപ്പം പുള്ളിയൊരു തോട്ട് ഇങ്ങോട്ട് പറയുമ്പം എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ അതിന് ചേട്ടാ നമുക്ക് ഓക്കെ ഏട്ടാ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പക്ഷേ ചിലപ്പോൾ പുള്ളി പറയുന്നത് നമ്മൾ കാണുന്ന അപ്പുറത്തെ കാഴ്ചയായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഒരു ബന്ധം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ സൗഹൃദം മുന്നോട്ട് പോകുന്നത്. പിന്നെ പുള്ളി എഴുതുന്ന കാഴ്ചകൾ അത് എനിക്ക് മനസ്സിലായതോടെ പുള്ളിയുടെ മറ്റുള്ള സിനിമകളിൽ ആൾക്കാർക്ക് മനസ്സിലായുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ കാഴ്ചയിൽ എനിക്ക് നല്ല ബോധമുള്ളത് കൊണ്ടാണ് ഞാൻ പുള്ളിയുടെ പുറകെ പിന്നെയും ട്രാവൽ ചെയ്യുന്നത്. അപ്പം ഞാനത് വൃത്തിയായിട്ട് എടുക്കുമെന്നുള്ളതുകൊണ്ടാണ് പുള്ളി എൻ്റെ പുറകെ ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇനി അടുത്ത സിനിമയും പി ആർ ഇന്ദുവാനോട്ടുള്ള കൂട്ടുകെട്ടിൽ തന്നെയാണ് വരാൻ പോകുന്നതും. അതും കൊല്ലത്ത് തന്നെയാണ് അടുത്ത സിനിമയും നമ്മൾ ചെയ്യുന്നത്. അങ്ങനത്തെ ആലോചനയിലാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അച്ഛനാണ് എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ. അല്ലാതെ അപ്പം പിന്നെ പറയാനാണ് നമ്മൾ 1000 പേരെ പേര് പറയണ്ടേ. അച്ഛനാണ്. അച്ഛൻ എന്നെ ഫൈനാൻസ് കോളേജ് കൊണ്ട് വിട്ടില്ലെങ്കിൽ എനിക്കിന്ന് ഇങ്ങനൊരു മേഖലയിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ചെറുപ്രായത്തിനെ തിരിച്ചറിഞ്ഞ് എന്നെ കൊണ്ടുവന്ന് ഒരു വഴി തെളിയിച്ച് വിട്ട് എൻ്റെ അച്ഛനാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തിയും ഞാൻ കണ്ട ഏറ്റവും നല്ല വ്യക്തിയും. ചെയ്തത് ശ്രദ്ധിക്കാതെ പോയത് വർക്കുകൾ എന്നെ സംബന്ധിച്ച് എനിക്ക് 7000 കണ്ടിലെ വർക്കാണ് എന്നെ മാനസികം ഉലച്ചത്. ബാക്കിയൊന്നും എന്നെ അങ്ങനെ ഉലച്ചിട്ടില്ല. ചിലപ്പോൾ സിനിമ പരാജയപ്പെട്ടു പോകേണ്ട ചില സിനിമകൾ പിന്നെ വേറെ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പോയിട്ടുണ്ടാകാം. പക്ഷേ ഇത്രയും വലിയ ഒരു കാഴ്ച അതൊരു ഷോട്ടിലെങ്കിലും ആ സിനിമയിൽ അത് വരുത്താൻ പറ്റാതെ പോയതാണ് നീ സങ്കടമായിപ്പോയി. അല്ല സിനിമ അതിൽ എൻ്റെ കലാസംവിധാനം എടുത്ത് കാണിച്ചില്ലെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ് ഒരു ഷോട്ടിലെങ്കിലും ഇത്രയും വലുപ്പത്തിൽ ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്ന് ജനത്തെ കാണിക്കാമായിരുന്നു. അത് വഴക്കല്ല ഞാൻ പറഞ്ഞത്. അതിന് എൻ്റെ ഒരു തിയറി ഞാനിവിടെ പറഞ്ഞതാണ്. നമ്മൾ ഹൈറ്റ് തോന്നണമെങ്കിൽ താഴേന്ന് മേലോട്ട് നോക്കിയാൽ ഹൈറ്റ് തോന്നില്ല. മേളിൽ നിന്ന് താഴോട്ട് കാണിച്ചാൽ മാത്രമേ നമുക്ക് ഹൈറ്റിലാണെന്ന് മനസ്സിലാവുള്ളൂ. ഇതെൻ്റെ ഒരു തിയറിയായിരുന്നു. ഞാനത് പറഞ്ഞതുമാണ്. പക്ഷേ അത് ചെയ്യാൻ തയ്യാറായില്ല. അതിനും പരാതിയില്ല. പക്ഷെ അത് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോൾ ഒരു വിഷമമായി കിടന്നു എന്നേ ഉള്ളൂ. കുഞ്ഞനന്തൻ്റെ കട സിനിമ കലാസംവിധാനം ചെയ്യുമ്പോൾ നമ്മളതിനകത്ത് ഒരു കവല മുഴുവൻ സെറ്റാണ്. കുഞ്ഞനന്തൻ്റെ കടയും ആ ഏരിയ മുഴുവൻ ഒരു പാറപ്പുറത്ത് ഇട്ടിരിക്കുന്ന സെറ്റാണ്. പാലക്കാടാണ്. അപ്പോൾ അവിടേക്ക് നമ്മളെ കഥ എന്ന് പറയുന്നത് ആ കുഞ്ഞനന്തൻ്റെ കട പൊളിക്കാം. അവിടേക്ക് ഹൈവേ വരികയാണ്. ഏകദേശം ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ അവിടെ പൊളിയാൻ പോവുകയാണ് എന്നുള്ളതാണ്. അപ്പോഴും നമ്മളവിടെ ഒരു ചെറിയ ഒരു ഓട്ടോറിക്ഷക്കാർ വെക്കുമല്ലോ ഈ തണൽ മരം. അപ്പോൾ നല്ല മരമൊന്നും ഇല്ലാത്തൊരു കവലയാണ്. അപ്പോൾ അവിടെ ഒരു തണൽ മരം വെച്ചിട്ടുണ്ട്. ഒരു ടയറൊക്കെ ഇട്ടിട്ട് അവിടെ ഒരു ചെറിയ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ബദാം മരം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അവരുടെ മനസ്സിൽ അപ്പോഴും ഇല്ല ഇത് പൊളിയാൻ പോവാണ്. അപ്പോൾ ഇത് വെച്ചത് മനസ്സിലായ ഒരാളാണ് മധുവമ്പാട് സാർ. അപ്പോൾ പുള്ളി ഒരു ട്രാക്ക് ഷോട്ടുണ്ട്. അതായത് ഇങ്ങനെ ഈ വണ്ടി വന്ന് ഇങ്ങനെ കടയുടെ നെഞ്ചത്തിരിക്കുന്ന ഷോട്ടുണ്ട്. PWD വണ്ടി വന്ന് പുള്ളി ആ വണ്ടി വന്ന് നിൽക്കുമ്പോഴത്തേക്കും ട്രാക്ക് വരുമ്പോൾ ഇത് ഫോർഗ്രൗണ്ടിലുണ്ട്. ഏതാ ഈ ബദാം മരം. അവിടെയാണ് ബാക്കിൽ ഈ വണ്ടി വന്ന് നിൽക്കുന്നത്. ഞാൻ എൻ്റെ മനസ്സിൽ വലിയ കാഴ്ചയായിട്ടാണ് കാണുന്നത്. വെച്ചാൽ ഇത് പൊളിയാൻ പോകാമെന്ന് ഇന്നലെ പോലും ഈ വെച്ച ഓട്ടോക്കാർ മനസ്സിലാകുന്നില്ല. അവരുടെ മുമ്പിലേക്ക് ഈ വണ്ടി വന്ന് നിൽക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് എല്ലാ സിനിമയിലും പല സ്ഥലത്തായിട്ട് ചെയ്തിട്ടുണ്ട്. എവിടൊക്കെയാണെന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് സ്ഥലത്തുണ്ട്. ഒരുപാട് നമ്മളങ്ങനെ കണ്ടുപോയിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. അത് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഞാനൊന്നും ഓർമ്മയില്ല. നമ്മൾ അപ്പോഴേ വിട്ടു പോകുന്നൊരു സാധനമാണ്. നമ്മൾ ആ സമയത്ത് തോന്നുന്ന സാധനം ചെയ്തോടെ വെക്കും. അത് ഒത്തില്ല